വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരും. സോൺ 1, 2 മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. അപകടത്തിൽ കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി ബിക്രം സിംഗ് റാണയെയാണ് കണ്ടെത്താൻ ബാക്കിയുള്ളത്. മണ്ണിടിച്ചിലിൽ 7 പേരാണ് മരിച്ചത്. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ശരത് SS വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശരത്തെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആകെ 8 പേരെയാണ് കാണാതായത്. 7 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി കണ്ടെത്താൻ ബാക്കിയുണ്ട്. എപ്പോഴാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുക? ഒപ്പം ഈ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുണ്ട് പരിക്ക് പറ്റി. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഈ ഒരു കരാർ കമ്പനി ഇപ്പോഴും സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. ആ മണ്ണ് മാറ്റേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വിദഗ്ധ സമിതി. അവർ എപ്പോഴായിരിക്കും സംഭവ സ്ഥലത്തേക്ക് എത്തുക? ഷിയാസ്, ശ്രുതി, അതായത് നിലവിൽ 5-ാം ദിവസമാണ് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ 5-ാം ദിവസവും തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ സോണുകളായിട്ടാണ് നേരത്തെ തന്നെ തിരച്ചിൽ നടത്തി വരുന്നത്. ഇന്ന് 1-2 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിലുണ്ടാവുക എന്നുള്ളതാണ് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പറയുന്നത് പോലെ ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ആകെ 18 പേരാണ് ഈ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ 10 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു. 7 പേരുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ബിക്രം റാണയെയാണ് കണ്ടെത്താനുള്ളത്. 70 NDRF ഉദ്യോഗസ്ഥരും 110 അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഒപ്പം 100 പോലീസ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസിന്റെയും ഒപ്പം സന്നദ്ധ പ്രവർത്തകരൊക്കെയാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഈ പറയുന്ന പോലെ 1-2 സോണുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് തിരച്ചിലുണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ സമിതിയെ ഇന്നലെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇവർ ഉടൻ തന്നെ സ്ഥലം സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അടിയന്തരമായി തന്നെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് തന്നെ സമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിക്കും. ഇന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ സന്ദർശിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാവുക. ഒപ്പം വയനാട്ടിൽ ഇന്നിപ്പോൾ എന്തായാലും ഗ്രീൻ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ 14-ാം തീയതി വരെ ഗ്രീൻ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ മേപ്പാടി ഒഴികെയുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ നേരത്തെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്.